നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. 13 മാത്രമാണോ നിർഭാഗ്യകരമായ സംഖ്യ? അല്ല എന്ന് അവകാശപ്പെടുകയാണ് വിമാന കമ്പനികൾ. മറ്റ് ദുശകുന സംഖ്യകളുമുണ്ട്. മലയാളത്തിലെ ഏറെ പ്രശസ്തമായ ഒരു ജ്വല്ലറി പരസ്യം പറയുന്നത് വിശ്വാസമാണ് എല്ലാം എന്നാണ്. അതെ, വിശ്വാസം തന്നെയാണ് എല്ലാമെന്ന് വിമാന കമ്പനികളും പറയുന്നു. കാര്യം എന്താണെന്നല്ലേ പറയാം. പല വിമാന കമ്പനികൾക്കും 13 അടയാളപ്പെടുത്തിയ ഒരു സീറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല എന്ന് തന്നെ. പല വിമാന കമ്പനികളും തങ്ങളുടെ വിമാനങ്ങളിലെ സീറ്റ് നമ്പറിൽ നിന്ന് 13 ഒഴിവാക്കിയിരിക്കുന്നു. ഇതിന് കാരണമായി വിമാന കമ്പനികൾ പറയുന്നത് തങ്ങളുടെ യാത്രക്കാരുടെ വിശ്വാസങ്ങളെ തങ്ങൾ ബഹുമാനിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇത് പറയുന്നത് എന്തിനാണെന്നും ഫ്ലൈറ്റ് അറ്റൻഡറായ ഹെന്നി ലിം അടുത്തിടെ തന്റെ ടിക്ടോക്ക് അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയാണ്. ഫ്ലൈറ്റ് അറ്റൻഡറായ ഹെന്നി വിമാന കമ്പനികളിൽ 13ാം നിര സീറ്റ് എന്തുകൊണ്ട് ഒഴിവാക്കുന്നുവെന്ന് വിശദീകരിക്കുകയാണ് വീഡിയോയിൽ. ഈ ടിക്ടോക്ക് വീഡിയോ വൈറലായതിനു പിന്നാലെ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി. ട്രിസ്കൈഡൈക്കഫോബിയ എന്നാണ് 13 എന്ന സംഖ്യയോടുള്ള ഭയത്തെ വിളിക്കുന്നത്. സംഖ്യാഭയം അരിത്മോഫോബിയ എന്ന് അറിയപ്പെടുന്നു. ട്രിസ്കൈഡൈക്കഫോബിയ പോലുള്ള അന്ധവിശ്വാസങ്ങളുടെ ഉത്ഭവം അനിശ്ചിതത്വം ഊഹാപോഹങ്ങളുമാണെന്ന് സൗത്ത് കരോലിന സർവകലാശാലയിലെ സോഷ്യോളജി പ്രൊഫസറായ ബാരി അഭിപ്രായപ്പെട്ടു. 12 പൊതുവെ ഭാഗ്യസംഖ്യയായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, അത് പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്നു. വർഷത്തിലെ 12 മാസങ്ങൾ, ഒരു ദിവസത്തിലെ പാതി, രാശിചിഹ്നങ്ങളുടെ എണ്ണം 12. നോർസ് പുരാണങ്ങളിലും ക്രിസ്തുമത വിശ്വാസങ്ങളിലും 12ന് മഹത്വ പദവി നൽകുന്നു. അങ്ങനെ യൂറോപ്പിൽ പല കാര്യങ്ങളിലും 12 എന്ന സംഖ്യക്ക് വിശ്വാസപരമായും അല്ലാതെയും ശക്തമായ പ്രാധാന്യം ലഭിച്ചു. 13 എന്ന സംഖ്യയെ ചുറ്റിപ്പറ്റിയുള്ള ഈ ദുശകുന ചിന്ത ഉത്ഭവിച്ചത് 12 എന്ന സംഖ്യയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട നന്മ തിന്മ സംഘർഷത്തിൽ നിന്നാണെന്ന് ബാരി അഭിപ്രായപ്പെടുന്നു. ഭൂമിയിൽ നിന്നും അനിശ്ചിതത്വത്തിൽ ആകാശത്തേക്ക് വിശ്വാസങ്ങൾ എത്തുമ്പോൾ എയർ ഫ്രാൻസ്, റയാൻ എയർ തുടങ്ങിയ ഫ്രഞ്ച് വിമാന കമ്പനികളും തങ്ങളുടെ വിമാനങ്ങളിൽ 13ാം നിര സീറ്റ് ഒഴിവാക്കുന്നു. അമേരിക്കൻ നിർമ്മാണ പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സമ്പ്രദായം ഉടലെടുത്തതെന്നാണ് റയാൻ എയറിന്റെ ഒരു വക്താവ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ 13 മാത്രമല്ല പ്രശ്നക്കാരനെന്ന് മറ്റ് വിമാന കമ്പനികൾ പറയുന്നു. യൂറോപ്യൻ, അമേരിക്കൻ വിമാന കമ്പനികളിൽ 13 പ്രശ്നക്കാരനെങ്കിൽ 17 എന്ന സംഖ്യയാണ് ഇറ്റാലിയൻ കമ്പനിക്കാർക്ക് പ്രശ്നക്കാരൻ. കാരണം ഇറ്റാലിയിൽ 17നെ മോശം സംഖ്യയായി കരുതുന്നു എന്നത് തന്നെ. റോമൻ അക്കങ്ങൾ 17 എഴുതുമ്പോൾ അത് ഉച്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നാണ് ഈ വിശ്വാസം രൂപപ്പെട്ടത്. 17 ലാറ്റിനിൽ എഴുതുമ്പോൾ അത് ഞാൻ ലാറ്റിനിൽ ജീവിച്ചു, എന്റെ ജീവിതം അവസാനിച്ചു എന്ന അർത്ഥത്തിലാണ് സൂചിപ്പിക്കുന്നത്. ജീവിതം അവസാനിച്ചു എന്ന ദുസൂചന പാവം 17നെ പ്രശ്നക്കാരനാക്കി. ഇറ്റലിക്ക് പിന്നാലെയാണ് ബ്രസീലുകാരും 13 അല്ല 17 പ്രശ്നക്കാരനെന്ന് ജർമ്മൻ എയർലൈൻ വക്താവ് അഭിപ്രായപ്പെട്ടു. തങ്ങൾക്ക് US-ലും ഫ്രാൻസിലും മാത്രമല്ല ലോകമെമ്പാടും നിരവധി യാത്രക്കാരുണ്ട്. വ്യത്യസ്ത സാംസ്കാരിക വിശ്വാസങ്ങൾ കഴിയുന്നിടത്തോളം ബഹുമാനിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുണൈറ്റഡ് എയർലൈൻസിൽ നിങ്ങൾ കയറിയാൽ 13 ചില 14 നിര സീറ്റ് കണ്ടെന്നു വരില്ല. ചൈനക്കാർക്കും 14 അത്ര നല്ല നമ്പറല്ല. 14 എന്നാൽ മരിക്കുമെന്നാണ് ചൈനക്കാരും വിശ്വസിക്കുന്നത്. അത്ര തന്നെ. എല്ലാം ഓരോ വിശ്വാസങ്ങൾ. ആ വിശ്വാസമെല്ലാം മാർക്കറ്റ് ചെയ്യുകയാണ് ഇവിടെ വിമാന കമ്പനികളും. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.